നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ആഖിറത്തിലേക്ക് ഖിയാമത്ത് നാളൊക്കെ സംഭവിച്ച് എല്ലാവരും മരണപ്പെട്ട് എല്ലാവരും ഖബറിൽ കിടന്ന് അവസാനം ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ മരണപ്പെട്ട എല്ലാവരും എവിടെയാണോ ആരൊക്കെ എവിടെയൊക്കെ മരണപ്പെട്ടോ അവിടെ നിന്നും എഴുന്നേൽക്കുമെന്നാണ്. എഴുന്നേറ്റിട്ട് മഹ്ശറയിലേക്ക് അവരിങ്ങനെ യാത്രയാകും. അപ്പോൾ മൊത്തം മനുഷ്യർ 12 വിഭാഗമായിട്ടായിരിക്കും വരിക. അതിൽ 11 വിഭാഗവും നഷ്ടവാളികളാണ്. ഒരു വിഭാഗം മാത്രമായിരിക്കും വിജയിക്കുക. ആ ഒരു വിഭാഗം ആളുകളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വരുന്നത് 14-ാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ മുഖം പ്രകാശിച്ച് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ടായിരിക്കും അവർ ആഖിറത്തിലേക്ക് വരിക എന്നാണ്. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ ആ ഗണത്തിൽ പെടുത്തണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊക്കെ നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, ഫർദായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ സുന്നത്തായ നിരവധി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, അതൊക്കെ നല്ലതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്പെഷ്യലായി നമുക്ക് ഹദീസിലൂടെ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ ഒന്നുകൂടി നമുക്ക് ഉഷാറായിട്ട് ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിൽ കരുതാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഞാനും നാളെ ആഖിറത്തിൽ വരുമ്പോൾ ഈ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ 14-ാം രാവിനെ പോലെ, ആ രാവിലെ ചന്ദ്രനെ പോലെ പൂർണ്ണ പ്രകാശമായിട്ടായിരിക്കും ഞാനും വരിക എന്ന് നമുക്ക് മരിക്കുന്നതിന് മുമ്പ് ഉറപ്പിക്കാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടത്? നബി തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്ക് ഒരു കാര്യം ഇന്ന് പഠിക്കാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ, ഒരാൾ ഓതിയാൽ, പാരായണം ചെയ്താൽ സൂറത്തുൽ ഖമർ. സൂറത്തുൽ ഖമർ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് വിശുദ്ധമായ ഖുർആനിൽ. സൂറത്തുൽ ഖമർ ഉണ്ട്. ഖമർ എന്ന് പറഞ്ഞ ഒരു അധ്യായം 27-ാമത്തെ ജുസിലുള്ള ഒരു സൂറത്താണത്. അതായത് 54 ഖുർആനിലെ 114 സൂറത്തുകളിൽ 54-ാമത്തെ സൂറത്താണ്. 55 ആയത്തുകളുള്ള സൂറത്താണ്. നിരവധി പ്രത്യേകതകളുള്ള സൂറത്താണ്. ഇൻഷാ അല്ലാഹ് പ്രത്യേകത നമുക്ക് പറയാം. അപ്പോൾ മൻ ഖറഅ സൂറത്തുൽ ഖമറി, ഒരാൾ സൂറത്തുൽ ഖമർ ഖുർആനിലെ 55-ാമത്തെ സൂറത്ത് ഓതിയാൽ അവനിക്ക് കിട്ടുന്ന 54-ാമത്തെ സൂറത്ത് 55 ആയത്തുകളുള്ള സൂറത്തുൽ ഖമർ ഓതിയാൽ ഫീ കുല്ലി ഇബ്ബിൻ എന്നാണ്. ഇടക്കിടക്ക് ഒരു മനുഷ്യൻ ഓതിയാൽ ബഅസഹുല്ലാഹു തആല യൗമൽ ഖിയാമത്തി വജ്ഹഹു മിസ്ലൽ ഖമരി ലൈലത്തുൽ ബദർ. ഒരാൾ ഇടക്കിടക്ക് സൂറത്തുൽ ഖമർ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ, എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ വലിയ ഖൈറാണ്. ഇല്ലെങ്കിൽ ഇടയ്ക്കിടക്ക്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലോ പകലോ ഒക്കെ ഓതിയാൽ നിരവധി നേട്ടമാണ്. അപ്പോൾ 14-ാം രാവിലെ ചന്ദ്രനെ പോലെ മുഖം പ്രകാശിക്കുന്നവരായിട്ട് നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇമാം ബൈളാവി, ഇമാം സമഖ്ശരി ഒക്കെ അവരുടെ കിതാബിൽ കൊണ്ടുവരുന്ന ഹദീസാണിത്.